അപ്രതീക്ഷിത ട്വിസ്റ്റിൽ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ തട്ടകമായ മുണ്ടേരി 40 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നറുക്കെടുപ്പിലൂടെ UDF നേടി. അതേസമയം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും കൊക്കയാർ പഞ്ചായത്തിലും നറുക്കെടുപ്പിലൂടെ LDF ഭരണം നേടിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, വിശദാംശങ്ങൾ. പ്രജിൻ, എന്തായാലും കണ്ണൂരിൽ 2 തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഈ അധ്യക്ഷരെ തിരഞ്ഞെടുക്കാനാകാത്ത വിധം തുല്യനിലയിൽ ഇരു മുന്നണികളും എത്തിയത്. ഒന്ന് ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും മറ്റൊന്ന് മുണ്ടേരി ഗ്രാമപഞ്ചായത്തുമായിരുന്നു. അതിൽ തന്നെ മുണ്ടേരി പഞ്ചായത്തായിരുന്നു ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം സ്ഥലമാണ് മുണ്ടേരി. ഈ മുണ്ടേരി പഞ്ചായത്തിലെ വാർഡിൽ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ പോലും LDF തോറ്റിരുന്നു. അതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ സഹോദര ഭാര്യയെ മത്സരിപ്പിച്ചതടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവിടെ 40 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. LDFന്റെ കുത്തക പഞ്ചായത്ത് ആയിരുന്നു മുണ്ടേരി പഞ്ചായത്ത്. അവിടെയാണ് ഇത്തവണ UDF വലിയ മുന്നേറ്റം നേടിയത്. 11 ആയിരുന്നു അവിടുത്തെ അംഗസംഖ്യ. ഇന്ന് നറുക്കെടുപ്പിലൂടെ അധ്യക്ഷനെ കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റിലാണ് വോട്ടെടുപ്പിൽ തന്നെ കളം മാറിയത്. കാരണം വോട്ടെടുപ്പിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ തന്നെ വോട്ടെടുപ്പിൽ തന്നെ UDF അംഗമായിട്ടുള്ള CK റസീന വിജയിച്ചതായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ വലിയ വിജയാഹ്ലാദവുമായി UDF പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകർ അവിടെ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി. ഇത് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അവിടെ UDF തന്നെയാണ് വിജയിച്ചത്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ അവിടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കണ്ടെത്തിയത്. ആ 2 സ്ഥാനവും LDFനാണ് കിട്ടിയത്. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.